ഇപ്പോൾ ഇതൊരു ഇൻവോയ്സ് ആണ്. ഇതിലെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 501.40 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് ഒരു കടയിലൊക്കെ ആണെങ്കിൽ ബില്ല് അടിക്കുമ്പോൾ അവിടെ എപ്പോഴും ഒരു റൗണ്ട് ഫിഗർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഓട്ടോമാറ്റിക് റൗണ്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാനുവലി അല്ല ചെയ്യാൻ പോകുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റൗണ്ട് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ 3 തരത്തിലാണ് നമുക്ക് ടാലി പ്രൈമിൽ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ലെഡ്ജറിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ 3 മെത്തേഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക് റൗണ്ട് ഓഫിനെ കുറിച്ചിട്ടാണ്. GST ഇൻവോയ്സിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് റൗണ്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കിയിട്ട് നമുക്കൊരു റൗണ്ട് ഫിഗർ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിലാണെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ഓഫ് ടാലിയിലെ മാസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എന്തും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിന് നമുക്ക് ലെഡ്ജറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ലെഡ്ജറിൻ്റെ പേര് കൊടുക്കാം, റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അണ്ടർ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ള ലെഡ്ജറിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് ലെഡ്ജർ. ഇവിടെ 2 ഓപ്ഷൻ കാണിക്കും, ഡിസ്കൗണ്ടും ഉണ്ട്, ഇൻവോയ്സ് റൗണ്ടിങ്ങും ഉണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കൗണ്ട് ആണ് കൊടുത്തിട്ട് ആ ഡിസ്കൗണ്ട് ആണ് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇൻവോയ്സ് ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവോയ്സ് റൗണ്ടിങ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇൻവോയ്സ് റൗണ്ടിങ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻവോയ്സ് റൗണ്ടിങ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും റൗണ്ടിങ് മെത്തേഡിൽ നമുക്ക് 3 തരത്തിൽ നമുക്ക് റൗണ്ടിങ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡൗൺവേർഡ് റൗണ്ടിങ് ഉണ്ട്, നോർമൽ റൗണ്ടിങ് ഉണ്ട്, അപ്വേർഡ് റൗണ്ടിങ് ഉണ്ട്. നമുക്ക് ഈ 3 നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾക്ക് നോർമൽ റൗണ്ടിങ് എടുക്കാം. അപ്പോൾ നോർമൽ റൗണ്ടിങ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ റൗണ്ടിങ് ലിമിറ്റ് എന്നുള്ളിടത്ത് 1 വരും. നമ്മൾ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ഒരു എൻട്രി നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. അതുകൊണ്ട് നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഇവിടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുത്തു, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു, എൻ്റർ, വീണ്ടും ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇവിടെ പർച്ചേസ് ഉള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ റേറ്റ് കൊടുക്കാം, 18.30 എന്നുള്ള റേറ്റ് കൊടുത്തു. നമ്മളിത് എൻ്റർ അടിച്ചു. ഇപ്പോൾ എൻ്റർ അടിച്ചു. ഇപ്പോൾ എൻ്റർ അടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടുത്തെ എമൗണ്ട് വന്നിരിക്കുന്നതാണെങ്കിൽ 1134 രൂപ 60 പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈസ നമ്മൾക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് എന്നുള്ളത് കൊടുക്കാം. നമ്മൾ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ റൗണ്ട് ഓഫ് എന്നുള്ളത് അടിച്ചു. അപ്പോൾ റൗണ്ട് ഓഫ് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇപ്പോൾ 60 പൈസയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ 0.40 വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് കാണിക്കും. ഇപ്പോൾ 1135 രൂപ എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ എന്താണ് നോർമൽ റൗണ്ടിങ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോർമൽ റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 50 പൈസയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത ഡിജിറ്റിലേക്ക് എടുക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് റൗണ്ടിങ് വന്നിട്ടുണ്ടായിരുന്നത് 60 പൈസയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50 പൈസയുടെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഡിജിറ്റിലേക്ക് എടുത്തിട്ട് അവിടെ 40 രൂപയാക്കും. അതായത് 50 പൈസയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഹയസ്റ്റ് ഇതിലേക്കാണ് അത് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലേക്ക് വരിക. ഇനി നമ്മൾക്ക് അടുത്തത് നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ റൗണ്ടിങ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ നോർമൽ റൗണ്ടിങ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോർമൽ റൗണ്ടിങ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ 50 പൈസയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഡിജിറ്റിലേക്ക് എടുക്കും. ഇപ്പോൾ ഇവിടെ 1734 രൂപ 60 പൈസയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 40 എടുത്തു കഴിഞ്ഞിട്ട് അതിനെ 1135 ആയിട്ട് എടുക്കും. അപ്പോൾ അതിനെ ഇവിടെ 1135 ആക്കിയിട്ടാണ് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ 50 പൈസയുടെ കുറവാണെന്നുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴേക്കാണ് എടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കതൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പൈസയുടെ ഇതിൽ നമുക്കൊന്ന് മാറ്റം വരുത്തി നോക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ 18.110 ഉള്ളത് അടിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 20 പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ആയിട്ടാണ് 20 രൂപ എന്നുള്ളത് ഇവിടെ കാണിക്കുക.
ഇപ്പം നമുക്ക് ഇവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇപ്പം എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത് 1122 രൂപയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ 20 പൈസ എന്നുള്ളത് എടുത്തിട്ടില്ല. അതായത് 50 പൈസയിൽ താഴെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തൊട്ട് താഴെയുള്ള ഫിഗറിലേക്കാണ് അത് റൗണ്ട് ഓഫ് ചെയ്യുക. ഇവിടെ 50 പൈസയുടെ മുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട അടുത്തതിലേക്കാണ് എടുക്കുക. അപ്പോൾ ഇവിടെ കുറവായതുകൊണ്ടാണ് ഇവിടെ -0.20 വന്നത്. അപ്പോൾ 50 പൈസയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആയിട്ട് തന്നെയാണ് കാണിക്കുക, അടുത്ത ഫിഗറിലേക്കാണ് അത് എടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഡൗൺവേർഡ് റൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജറിനെ ഒന്ന് ഓൾട്ടർ ചെയ്യണം. നമ്മൾ കൺട്രോൾ എൻ്റർ അടിച്ചു. അപ്പോൾ കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമ്മൾ നോർമൽ റൗണ്ടിങ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡൗൺവേർഡ് റൗണ്ടിങ് എടുക്കാം. അപ്പോൾ ഡൗൺവേർഡ് റൗണ്ടിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. റൗണ്ടിങ് ലിമിറ്റ് എന്നുള്ളടത്ത് 1 എടുത്തെടുത്തു. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ ഡൗൺവേർഡ് റൗണ്ടിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1122 രൂപ 20 പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ -0.20 ആണ്. കാരണം ഡൗൺവേർഡ് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും തൊട്ട് താഴെ ഉള്ളതിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് 20 പൈസ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെടുത്തു 1122 രൂപ എന്നുള്ളതാണ് എടുത്തത്. അത് എത്ര ഒരു പൈസയാണെങ്കിലും അതേ ഡൗൺവേർഡ് റൗണ്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് താഴേക്ക് എടുത്തിട്ട് നമ്മളെ അതിനെ റൗണ്ട് ഓഫ് ചെയ്യാണ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്വേർഡ് റൗണ്ടിങ് എടുക്കാം. അപ്പോൾ അപ്വേർഡ് റൗണ്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ റൗണ്ട് ഓഫ് ലെറ്ററിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഡൗൺവേർഡിന് പകരം ഏതാണ് കൊടുക്കേണ്ടത്, അപ്വേർഡ് റൗണ്ടിങ് കൊടുക്കാം. അപ്പോൾ അപ്വേർഡ് റൗണ്ടിങ് എടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ അപ്വേർഡ് റൗണ്ടിങ് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ 1122 രൂപ 20 പൈസ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്വേർഡ് പറഞ്ഞാൽ എപ്പോഴും അടുത്ത ഡിജിറ്റിലേക്കാണ്, നെക്സ്റ്റ് ഇതിലേക്കാണ് എടുക്കുക. അതായത് ഡൗൺവേർഡ് പറഞ്ഞാൽ എപ്പോഴും തൊട്ട് താഴേക്ക് എടുക്കും. അപ്വേർഡ് പറഞ്ഞാൽ എന്താണ്, തൊട്ട് അപ്പുറത്തെ ഫിഗറിലേക്കാണ് അത് റൗണ്ട് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 1122 രൂപ 20 പൈസ ആയിരുന്നു. അപ്പോൾ ഇനി ഒരു റൗണ്ടിങ് ഫിഗർ കിട്ടണമെങ്കിൽ എന്താണ്, 80 പൈസയും കൂടി കൂട്ടല്ലേ വേണ്ടത്. അപ്പോൾ ഇതിനെ 1123 രൂപയാക്കിയിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ടെടുത്തു. അപ്പോൾ എത്രയാണെങ്കിലും നമ്മൾ അപ്വേർഡ് റൗണ്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഫിഗർ ഇവിടെ കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അപ്വേർഡിലേക്കാണ് അത് റൗണ്ട് ചെയ്യുള്ളൂ. നമ്മൾ ഡൗൺവേർഡാണ് കൊടുത്തതുണ്ടെങ്കിൽ എത്ര ഫിഗർ ഉണ്ടെങ്കിലും അതിനെ ഡൗൺവേർഡിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് സെയിൽസിൽ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. സെയിൽസ് എടുത്തു. നമുക്കിപ്പോൾ ഇവിടെ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ സെയിൽസ് ഉള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമുക്ക് ഇവിടെ ഐറ്റം കൊടുക്കാം. നമുക്കിവിടെ ഐറ്റം കൊടുക്കാം. ഇവിടെ വീറ്റ് ഫ്ലോർ എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. നമുക്കിവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 52 ക്വാണ്ടിറ്റി കൊടുത്തു. നമുക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കൊടുക്കാം. ഒരു 19.20 എന്നുള്ള റേറ്റ് കൊടുത്തു. നമ്മൾ ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 998.40 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എൻ്റർ അടിച്ചു. നമുക്ക് ഇതിൻ്റെ ടാക്സ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ GST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ നമുക്ക് SGST സെലക്ട് ചെയ്തിട്ടെടുക്കാം. SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വന്നിരിക്കുന്ന ഫിഗർ പറയുന്നത് 1048 രൂപ 32 പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഒന്നുകൂടി എൻ്റർ അടിച്ചു. നമുക്ക് ഇവിടെ റൗണ്ട് ഓഫ് എന്നുള്ള ലെറ്റർ കൊടുക്കാം. നമ്മളിവിടെ റൗണ്ട് ഓഫ് എന്നുള്ള ലെറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ റൗണ്ട് ഓഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ 0.68 എന്നുള്ള പൈസ ഇവിടെ ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 1049 രൂപ ആയിട്ട് വന്നു. ഇവിടെ 998 രൂപ 40 പൈസ, അതേപോലെ തന്നെ അതിൻ്റെ GSTയും SGSTയും കൂട്ടി അപ്പോൾ നമുക്ക് ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള ഫിഗറാണ് കിട്ടുക. അപ്പോൾ അതിനോട് കൂടിയിട്ട് എന്താണ് 68 പൈസ നമ്മൾക്ക് ആഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ ചെയ്തിരിക്കണം എന്നുള്ളത് നോക്കാം. നമുക്ക് അതിന് വേണ്ടി ഈ റൗണ്ട് ഓഫ് ലെഡ്ജറിനെ നമുക്ക് കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു. നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്വേർഡ് റൗണ്ടിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അപ്വേർഡ് ആയിട്ട് റൗണ്ട് ചെയ്തത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ റൗണ്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നോർമലായിട്ട് റൗണ്ട് ചെയ്യും. അതായത് നമ്മൾ എങ്ങനെയാണ് സാധാരണ റൗണ്ട് ചെയ്യുക, 50 പൈസയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ അടുത്ത ഫിഗറിലേക്ക് എടുക്കും. 50 പൈസയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട് താഴെയുള്ള ഫിഗറിലേക്ക് എടുക്കും. അപ്പോൾ ഈ നോർമൽ റൗണ്ടിങ് എന്നുള്ള ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അത് നോർമൽ റൗണ്ടിങ്ങിലാണ് വരിക. അപ്പോൾ ഞാനിത് 3നെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. സാധാരണ എല്ലാ ബില്ലിങ്ങിലും നോർമൽ റൗണ്ടിങ് ആണ് കൊടുക്കുക.
നമ്മളിവിടെ നോർമൽ റൗണ്ടിങ് കൊടുത്തു, നമ്മളിത് എൻ്റർ അടിച്ചു. നോർമൽ റൗണ്ടിങ്ങിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ -0.32 ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 998 രൂപ 40 പൈസയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 50 പൈസയിൽ താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്താണ് തൊട്ട് താഴെയുള്ള ഫിഗറിലേക്കാണ് നമുക്ക് എടുക്കുക. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 1048 രൂപ എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ 2 മെത്തേഡും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും നോർമൽ റൗണ്ടിങ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആ ഫിഗർ നമ്മൾക്ക് കാണിച്ചു തരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ റൗണ്ട് ഓഫ് ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ ഇത് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ് റൗണ്ട് ഓഫിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷോപ്പ് അക്കൗണ്ടിങ് എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് എല്ലാ ഷോപ്പുകളുടെയും വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അവിടെ അക്കൗണ്ടിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.